ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാത്തിമ ഷമീർ. നമുക്കപ്പോൾ ഒരു അടിപൊളി മസാല ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ അരിയാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഈസി പണി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയല്ല, എൻ്റെ കയ്യിൽ അഗാരയുടെ ഈ ഒരു റീചാർജബിൾ മിനി ചോപ്പറുണ്ട്. ഇത് ഭയങ്കര യൂസാണ് കേട്ടോ എനിക്ക്, അതുകൊണ്ടാണ് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനൊരു അടപ്പ് കൂടി ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു ചോപ്പറാണിത്. അപ്പോൾ നമുക്ക് സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ നല്ല ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡ് വെച്ച് അടച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലത്തെ ആ മിഷ്യൻ കൂടി എടുത്ത് ഇതിനകത്തേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ബട്ടണുണ്ട്, ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സവാള നല്ല ഫൈനായിട്ട് ആ ചോപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്പായ സവാളയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കറി മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ച് ആ മസാല എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിൽ ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ 2 ടീസ്പൂൺ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് നമ്മുടെ പാനിലെല്ലാം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് ബ്രെഡ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ സവാളയുടെ മിക്സൊന്നും ആദ്യം ഇതിൽ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ സവാള പച്ചമുളകില്ലേ, അത് ഇതുപോലെ ഇതിനകത്ത് കോരി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ 2 ബ്രെഡിൽ ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. അത് കണ്ടില്ലേ, അത് നല്ല പൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സൈഡിൽ ഞാൻ കുറച്ച് സവാളയും പച്ചമുളകിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 വശവും ഇതുപോലെ മുറിച്ചെടുത്തപ്പോൾ നമ്മുടെ അടിപൊളി മസാല ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്.